ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇമ്പോസൈസിന്റെ വേക്കൻസിയുമായിട്ടാണ്. വേൾഡിലെ നമ്പർ 1 കമ്പനിയാണ്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കൂടുതലായിട്ട് ഇവർക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത് IT ആണ്. അപ്പം IT ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. അത് കൂടാതെ തന്നെ ഒരുപാട് വേക്കൻസി ഉണ്ട്. ഗ്രാജുവേറ്റ് ആണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്, അല്ലാതെ ഉണ്ട്. അപ്പം ഇത് ഇമ്പോസൈസിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഒരു വേക്കൻസി ഞാൻ കണ്ടില്ല, കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലാണ് മൊത്തം വേക്കൻസി ഇതിനകത്ത് കിടക്കുന്നത്. അത് കണക്ക് തന്നെ ബാംഗ്ലൂര്, ചെന്നൈ, ഹൈദരാബാദ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കേരളത്തിന് പുറത്ത് നല്ല സ്ഥലങ്ങളിൽ, നല്ല ഒരു ലൊക്കേഷൻ, അതായത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ലൊക്കേഷൻ, അത് കണക്ക് തന്നെ ചെന്നൈ നല്ല ലൊക്കേഷനാണ്. ഹൈദരാബാദ് എനിക്ക് അത്ര അറിയത്തില്ല. ചെന്നൈ, പിന്നെ ബാംഗ്ലൂര്, ഹൈദരാബാദ്, ഇങ്ങനെയുള്ള ഈ 3 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടേതാണ്. അതായത് വേൾഡിലെ ഒരു നമ്പർ 1 കമ്പനിയാണ് ഇമ്പോസൈസ്. ഇവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ പിന്നെ വേറൊരു സ്ഥലത്ത് നിങ്ങൾ ജോലി അന്വേഷിക്കേണ്ട കാര്യം വരത്തില്ല. ഗവൺമെന്റ് ജോലികൾ മാറി നിൽക്കും. ഗവൺമെന്റ് നമുക്ക് ഒരു ഫിക്സ് ഒരു സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ ഉണ്ട്. പക്ഷെ ഇമ്പോസൈസ് എന്ന പ്രൈവറ്റ് കമ്പനിയിൽ അതാണ്, ലിമിറ്റഡ് കമ്പനിയാണ്, വേൾഡ് ഫേമസ് കമ്പനിയാണ്. നിങ്ങൾക്ക് ചിലപ്പം ജോയിൻ ചെയ്താൽ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കാലക്രമേണ നിങ്ങൾക്ക് ഫോണിൽ പോയി വർക്ക് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് കണക്ക് ഇതിനകത്തുണ്ടായിരുന്നു. പുള്ളി US കുറച്ച് നാൾ. വീണ്ടും പുള്ളി ഹൈദരാബാദിലാണ് പുള്ളി അപ്പോയിന്റ്മെന്റ് ആയത്. അവിടുന്ന് ഹൈദരാബാദിൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് പുള്ളി കമ്പനി ത്രൂ യുഎസിൽ പോയി വർക്ക് ചെയ്ത് അവിടുന്ന് തിരിച്ച് വീണ്ടും ഇത്രയൊരു കാലാവധി ഉണ്ടായിരുന്നു. ആ കാലാവധി അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഹൈദരാബാദിൽ തന്നെ വന്ന് ഇപ്പം ഫാമിലി ആയിട്ട് ഹൈദരാബാദിൽ സെറ്റില. അതായത് ഇൻഫോസൈസ്, വിപ്രോ ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളിൽ നമ്മൾ ജോയിൻ ചെയ്താൽ ഏറ്റവും താഴെക്കിടയിലായിക്കോട്ടെ, താഴെ ഒരു ഏറ്റവും കുറഞ്ഞ ഡിസിഗ്നേഷൻ നമ്മൾ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു ഇമ്പോസൈസില, ഞാൻ വർക്ക് ചെയ്യുന്ന ഇമ്പോസൈസില അല്ലെങ്കിൽ വിപ്രോയില എന്നൊക്കെ പറയുവാൻ തന്നെ നമുക്കൊരു അന്തസ്സോടുകൂടി പറയുവാൻ പറ്റിയ ഒരു ജോലിയാണ്. അപ്പം അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഇമ്പോസൈസ് റിക്രൂട്ട്മെന്റ് 20, 25, 26 അപ്ലൈ ഓൺലൈൻ ഫോം ഫോർ വേരിയസ് പോസ്റ്റ്. ഇമ്പോസൈസ് റിക്രൂട്ട്മെന്റ് 20, 25, 26 അപ്ലൈ ഓൺലൈൻ ഫോം ഫോർ വേരിയസ് പോസ്റ്റ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ഇമ്പോസൈസ് ന്യൂ ജോബിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ തരുന്നുണ്ട്. ജോബ് റിലീസ്ഡ് ബൈ ഇമ്പോസൈസ്. ആപ്ലിക്കേഷൻ മോഡ് ഫോർ ദ ജോബ് ഓൺലൈൻ ഓൺലി. ആപ്ലിക്കേഷൻ ഓൺലൈൻ സ്റ്റാർട്ട് ഫ്രം ആൾറെഡി അപ്ലൈ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്ലൈ ചെയ്യുവാനുള്ളത്. ഇനി ഏത് സമയത്തും ആ ഒരു പർട്ടിക്കുലർ അവർക്ക് വേക്കൻസി വരുമ്പോഴത്തേക്ക്, നമ്മൾ ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിനുള്ളിൽ അത് അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ അത് കട്ട് ഓഫ് ഡേറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. നമുക്ക് പിന്നെ അവിടെ ചെയ്യാൻ പറ്റും, അവരുടെ ആ ലിങ്ക് ഇന്നാക്റ്റീവ് ആകും. പക്ഷെ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് കണക്കുള്ള ജോലിക്കാരെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പൊ അവരതൊരിക്കലും അട്ടായിക്കത്തിൽ എപ്പം വരെ നിങ്ങളുടെ ലിങ്ക് ഉണ്ടോ അപ്പം വരെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് കമ്പനിയുടെ അതാണ് ഒരു രീതി. ആൾറെഡി സ്റ്റാർട്ടഡ് ആപ്ലിക്കേഷൻ ഓൺലൈൻ സ്റ്റാർട്ട് ഫ്രം ആൾറെഡി സ്റ്റാർട്ടഡ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ ഫോം എംബോസൈസ് ആസ് സൂൺ ആസ് പോസിബിൾ. അതുകൊണ്ടാണ് പറയുന്നത് ജോബ് പെർമനന്റ് ആണ്. ഡീറ്റെയിൽ ഔട്ട് ആപ്ലിക്കേഷൻ ഫീസ് അൺസർവ്ഡ് GN OBC അതർ എല്ലാവർക്കും ഇവിടെ ഏത് കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിലും ഇവിടെ ഫീസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, നിങ്ങളുടെ എക്സാമും ഇല്ല. നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷൻ അവരുടെ ജോബ് റിക്വയർമെന്റുമായിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് അവരുടെ എലിജിബിൾ ക്രൈറ്റീരിയ ഒരു പോസ്റ്റിന് വേണ്ടി എന്ത് വേണം അതനുസരിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ മാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വിളിച്ചിരിക്കും. കാര്യം എന്താന്ന് പറഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൂടാതെ അവർക്ക് ആവശ്യവുമുണ്ട്, ജോലിക്കാരെ ആവശ്യവുമുണ്ട്. ഞാൻ ഇമ്പോസൈസിന്റെ ഇതിന് ചെയ്തില്ല. പക്ഷെ ഇതിനു മുന്നേ ഞാൻ വിപ്രോയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വിപ്രോയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക്
ചെന്നൈയിൽ ഒരാൾക്ക് അതിനകത്ത് വർക്ക് ചെയ്ത് പുള്ളി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് എനിക്ക് നല്ല കാര്യം, അത് കണ്ട് ഞാൻ അപേക്ഷിച്ച് എനിക്ക് ചെന്നൈയിൽ വർക്ക്, പുള്ളി തിരുവനന്തപുരത്തുകാരനായിരുന്നു, ചെന്നൈയിൽ പുള്ളിക്ക് ജോലി കിട്ടി. അപ്പം പുള്ളിയും പറഞ്ഞു ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത്, പക്ഷെ ഇത് ലക്കിലി എനിക്ക് കിട്ടിയതാണെന്നാ പുള്ളിയും പറഞ്ഞത്. അപ്പം ആ കാൻഡിഡേറ്റിന്റെ ആ ഒരു സമയമായി നല്ലൊരു സമയം പുള്ളിക്ക് വന്ന് അപ്പോഴത്തേക്ക് അത് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിപ്രോ ഇൻഫോസിസ് ഒക്കെ നമ്മൾ ഉപേക്ഷിക്കരുത്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ഫീസ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. പ്രോസസ് ഓൺ ഇന്റർവ്യൂ ബേസിസ് ആണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെലക്ട് ആയാലേ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളെ ആപ്ലിക്കേഷൻ സെലക്ട് ആകാതെ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. പോസ്റ്റ് വൈസ് വർക്ക് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പ്രോസസ് എക്സിക്യൂട്ടീവ്, ആസ് എ പ്രോസസ് എക്സിക്യൂട്ടീവ് യു ഹാവ് ടു മാനേജ് ആൾ ബിസിനസ്. ഞാൻ ലിങ്ക് താഴെ തരുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതൊക്കെ കാണുവാൻ പറ്റും. സീനിയർ പ്രോഗ്രാം മാനേജർ, അതൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രധാന കാര്യം ഇവിടെ പറയുന്നത് ബെനിഫിറ്റ് ജോയിൻ ഇമ്പോസൈസ് കമ്പനി ജോബ്, ഹെൽത്ത് ഇൻഷുറൻസ്, വെൽനസ് ബെനിഫിറ്റ്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് ഉണ്ട്. ഇൻഷുറൻസ് ഓഫ് ഡെന്റലിന്റെ, നിങ്ങളുടെ പല്ലിന്റെ ഇൻഷുറൻസ് ചെയ്യും. ഇൻഷുറൻസ് ഓഫ് ഡിസബിലിറ്റി, ഈ പല്ലിന്റെ എന്തിനാ ചെയ്യുന്നത് പ്രത്യേകിച്ച് എനിക്ക് അറിയത്തില്ല. ചിലപ്പം ആരെങ്കിലും അടിച്ചു തകർത്താൽ അതിനുള്ള ഒരു പോംവിധിയായിട്ടായിരിക്കും ചിലപ്പം ഡെന്റലിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്. ഇൻഷുറൻസ് ഓഫ് ഡിസബിലിറ്റി ആയാലും അതിനുള്ള ഇൻഷുറൻസും ഉണ്ട്. FSA ഫ്ലെക്സിബിൾ സ്പെൻഡിങ് അക്കൗണ്ട് ഫെസിലിറ്റി ഉണ്ട്. അതെനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഹെൽത്ത് ആൻഡ് ഫാമിലി ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്കും ഇൻഷുറൻസ് കിട്ടും, നിങ്ങളുടെ ഫാമിലിക്കും ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഓഫ് വിഷൻ, അതായത് നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഉള്ള ഇത് ഇൻഷുറൻസ് ഉണ്ട്. മെന്റൽ ഹെൽത്ത് ബെനിഫിറ്റ്, മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതുണ്ട്. സാലറി നല്ല ഒരു, അതായത് ഇമ്പോസൈസ് അല്ലെങ്കിൽ വിപ്രോ എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടഡ് വേൾഡ് കമ്പനികളാണ്. അപ്പൊ അവിടെ അതനുസരിച്ചുള്ള സാലറി ഉണ്ട്. ഇപ്പൊ ഇവർക്ക് തന്നെ UK-യിലുണ്ട്, US-ലുണ്ട്, ജർമ്മനിയിലുണ്ട്, അങ്ങനെ ഓൾ ഓവർ വേൾഡിൽ ഇവരുടെ ബ്രാഞ്ചുകളുണ്ട്. അതിന്റെ ഒരു രീതിയിലുള്ള ഒരു ശമ്പളമാണ് നമുക്കും കിട്ടുന്നത്. പോസ്റ്റ് വൈസ് ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി, ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതർ കാൻഡിഡേറ്റ് ആൾസോ ക്യാൻ അപ്ലൈ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന്റെ ആ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ അതിനെപ്പറ്റി കൺഫേം പറയുന്നില്ല. ഷുഡ് ബി പഞ്ചൽ ആൻഡ് പ്രോബ്ലം സോൾവർ, നമ്മളെല്ലാം പഞ്ചലുമാണ്, ഈ പ്രോബ്ലം സോൾവറുമാണ്. അപ്പൊ ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. ഏബിൾ ടു 24/7 ഷിഫ്റ്റ് റിക്വയർഡ് ആസ് പെർ ബിസിനസ് നീഡ്. നിങ്ങൾ 24 8 മണിക്കൂറത്തെ ഡ്യൂട്ടിയേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം ഏത് സമയത്ത് നമ്മൾ ഷിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇനി ഇവർക്ക് വേണ്ടുന്ന ആ ഒരു വേക്കൻസിയുടെ ആ റിക്വയർമെന്റിന് ഇവരുടെ കാൻഡിഡേറ്റിന്റെ റിക്വയർമെന്റ് ആണ് ഇവർ പറയുന്നത്. 1 ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. 2 ഗുഡ് ടു ഹാവ് MS ഓഫീസ് നോളജ്. MS ഓഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് MS വേർഡ് ഉണ്ട്, MS എക്സൽ ഉണ്ട്. അത് കണക്ക് തന്നെ ആ MS ഓഫീസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. MS ഓഫീസിന്റെ ഒരു നോളേജ് വേണമെന്നേ പറയുന്നു. അത് കണക്ക് തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, വെർബൽ ആൻഡ് റിട്ടേൺ, എഴുതുവാനും വായിക്കുവാനുള്ള കഴിവ് വേണമെന്ന് അത് അവർ പറഞ്ഞിരിക്കും. അങ്ങനെ അത്രയും കഴിവുള്ളവരാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അത് കണക്ക് വലിയ കാര്യങ്ങൾക്ക് ചെയ്യരുതോ. ഷുഡ് ബി സെൽഫ് മോട്ടിവേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. മിനിമം ഏജ് ലിമിറ്റ് 18. ക്യാൻ വെരി പോസ്റ്റ് ടു പോസ്റ്റ്, ബാക്കിയുള്ള ലിമിറ്റ് എന്ന് പറയുന്ന പോസ്റ്റ്. എന്നാലും ഒരു 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. 2,50,000 തൊട്ട് 3,70,000 വരെയുള്ള സാലറി ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവരുടെ നോട്ടിഫിക്കേഷൻ. അപ്പൊ അത് കിട്ടും. എലിജിബിലിറ്റി ഗ്രാജുവേറ്റ് ആൻഡ് അൺഗ്രാജുവേറ്റ് അപ്ലൈ ഫോർ ദ പോസ്റ്റ്. ഗ്രാജുവേറ്റിനും താഴെയുള്ളവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് അത് ഞാൻ പറയുന്നുണ്ട്. ഇമ്പോസൈസ് ഇന്റേൺഷിപ്പ് എനിവൺ ക്യാൻ അപ്ലൈ. ഈ ഇന്റേൺഷിപ്പിന്, ഇമ്പോസൈയിലുള്ള ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണേലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ 1-2 സെക്കൻഡ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലിങ്ക് നോക്കുവാനായിട്ട്, അതായത് ഈ ഇതിനകത്ത് വീഡിയോയുടെ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് നോക്കുവാനായിട്ട് നിങ്ങൾ പോകും. അതുകൊണ്ട് എൻ്റെ വീഡിയോയുടെ റേഷ്യോ കുറയുന്നത്. ഞാൻ വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ടിടുന്ന വീഡിയോയാണ്. അതിനകത്ത് നിങ്ങൾ 1 മിനിറ്റ് 2 മിനിറ്റ് പോലും നിൽക്കുന്നില്ല. നിങ്ങൾ 1-2 വാചകം കേട്ടിട്ട് ഉടൻ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി ആ
അപ്ലൈ ലിങ്ക് നോക്കുവാൻ വേണ്ടി എടുക്കുക. അത് കാരണം വീഡിയോ മുന്നോട്ട് പോകുന്നില്ല. വീഡിയോ മുന്നോട്ട് പോകാത്തത് കൊണ്ട് എനിക്ക് ഡിമോട്ടിവേഷൻ ആകുന്നു യൂട്യൂബിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ്സ് ബോക്സിൽ നിങ്ങൾ ഇത് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ലിങ്ക് വേണമെന്ന്. ഞാൻ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് തരും. ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു വട്ടത്തേക്ക് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് കൂടുതൽ ആരും ഈ വീഡിയോ കാണുന്നില്ല. അതെനിക്ക് മനസ്സിലായി. കാര്യം നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ താഴോട്ട് പോയി ഡിസ്ക്രിപ്ഷനിൽ പോയി അവിടെ ആ വീഡിയോ ലിങ്ക് നിങ്ങൾ നോക്കുന്നു. അതുകൊണ്ടാണ്. അപ്പം ഇത് ഞാൻ ഇവിടെ പറയുന്നുണ്ട്, ഏതെല്ലാം കാറ്റഗറി വരുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലിങ്ക് ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അപ്ലൈ ലിങ്ക് തരുന്നതായിരിക്കും. കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ രജിസ്റ്റർ ചെയ്യണം, പാസ്വേഡ്. അതില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഗൂഗിൾ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിൽ ഒരു ഇമെയിൽ ID സേവ് ആയിരിക്കും. ഗൂഗിൾ അക്കൗണ്ടിന്റെ ഒരു ഇമെയിൽ ID സേവ് ആയിരിക്കും. നിങ്ങൾ ഒന്നുകിൽ ഇവിടെ നിങ്ങൾ ആ ഒരു പാസ്വേഡ് ഇട്ട് നിങ്ങൾ തുറക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഗൂഗിൾ ഈ കാണിച്ചിരിക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ ഇമെയിൽ ID ആ പേരനുസരിച്ച് ഇവിടെ അത് കാണിക്കും. വെൽക്കം തോമസ് എന്ന് പറഞ്ഞ, എന്റെ പേര് തോമസ് എന്നാണ്. അപ്പം ഇവിടെ വലിയ കാര്യങ്ങളില്ല. മറ്റത് നിങ്ങൾ പാസ്വേഡ് കൊടുക്ക്, ലോഗിൻ ചെയ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ അതില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫൈൻഡ് ജോബിൽ നിങ്ങൾ സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ താഴോട്ട് പോയാൽ മതി. നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരിലുണ്ട് വേക്കൻസി, ചെന്നൈയിലുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. ബാംഗ്ലൂരിലുണ്ട് വേക്കൻസി, ചെന്നൈയിലുണ്ട്, പിന്നെ ഹൈദരാബാദിലുണ്ട്, പിന്നെ മാംഗ്ലൂരിലുണ്ട്, ഇതൊക്കെ മൈസൂരിലുണ്ട്. ഇതൊക്കെ നമ്മുടെ സൗത്ത് റീജിയനിൽ വരുന്നതാ. അപ്പം വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം തന്നെ ലീഡർഷിപ്പ് എന്നാ പറയുന്നത്. ലീഡർഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. കാര്യം ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്താണോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് ട്രെയിനിങ്ങിലൂടെ പഠിച്ചിട്ട് ആ ഒരു ബേസിക്കിലുള്ള ഒരു വർക്കാണ് ഇത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുക. പഠിച്ചിട്ട് ഞാൻ ലിങ്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇത് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് തരാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വ്യൂ ആൻഡ് അപ്ലൈ ഉണ്ട്. ഇവിടെ താഴെ വന്നിട്ട് വ്യൂ ആൻഡ് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അതിനെപ്പറ്റി വീണ്ടും കൂടുതൽ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴോട്ട് വരുന്ന ക്ലിക്ക് ടു പ്രൊസീഡിൽ പോകണം. അപ്പം അത് കണക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ടു പ്രൊസീഡിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഇടണം, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇടണം, ഇവിടെ പ്രിഫേർഡ് ഇന്റർവ്യൂ സിറ്റി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സിറ്റിയാണ് അവിടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടും. പ്രിഫേർഡ് വർക്ക് ലൊക്കേഷൻ, നിങ്ങൾ ഏത് ലൊക്കേഷനിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കറണ്ട് പ്രീവിയസ് എംപ്ലോയർ ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ട് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഡിക്ലറേഷനിൽ യെസിൽ ക്ലിക്ക് ചെയ്ത് ഇതിലെല്ലാം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് യെസിൽ ക്ലിക്ക് ചെയ്യുക. യെസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ വായിച്ചില്ല, നിങ്ങൾ വായിച്ചു നോക്കണം. യെസിലാണോ നോയിലാണോ ക്ലിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വല്ല ക്രിമിനൽ ആണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ യെസ് എന്ന് പറഞ്ഞു പിന്നെ ക്രിമിനലിന്റെ ആപ്ലിക്കേഷൻ അവിടെ ചെല്ലല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ വളരെ താല്പര്യത്തോടെ നിങ്ങളോട് പറഞ്ഞ്, നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണണം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തീരുന്നിടം വരെ നിങ്ങൾ വീഡിയോ കാണുക. ആ വീഡിയോ കാണുമ്പോൾ അത് നിങ്ങൾ അതായത് 40,000-45,000 പേര് വീഡിയോ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു വീഡിയോയുടെ ഒരു റേഷ്യോ, കാണുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെയാ വരുന്നത്. 3 മിനിറ്റും വരുന്നില്ല, 2 മിനിറ്റ് ഒക്കെയാ വരുന്നത്. 45,000 പേരിൽ 2 മിനിറ്റിന്റെ വീഡിയോ കാണുന്ന, അത് കണക്ക് തന്നെ ലൈക്ക് ചെയ്യുന്നത് 10-15 പേരാ. കാര്യം അത് വീഡിയോ കൊള്ളുകയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. എനിക്ക് നല്ല കണക്ക് അറിയാം, നല്ല വേക്കൻസിയുടെ വീഡിയോ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൽ ലിങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.